സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷനെതിരെ നടപടി. കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ അധ്യക്ഷൻ എസ് സുധീറിനെ സസ്പെൻഡ് ചെയ്തത്. ഹാൻഡ്ബോൾ താരങ്ങളുടെ സമരത്തെ പിന്തുണച്ച് സുധീർ രംഗത്ത് വന്നിരുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, ഒരു പ്രതികാര നടപടിയായി കാണാമോ ഇതിനെ? അമൃത, ദേശീയ ഗെയിംസ് കഴിഞ്ഞതിന് പിന്നാലെ സംസ്ഥാന സ്പോർട്സ് കൌൺസിലും കായിക വകുപ്പും ഒരു വിഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഈ സംസ്ഥാന കേരള ഒളിമ്പിക് അസോസിയേഷനും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടിരുന്നത്. അതിന് പിന്നാലെ ഈ ദേശീയ ഗെയിംസിലെ മെഡൽ നേട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാൻഡ്ബോൾ ടീമിനെതിരെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കൂടി രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ സ്പോർട്സ് കൌൺസിൽ ആസ്ഥാനത്തിന് മുമ്പിൽ ഹാൻഡ്ബോൾ താരങ്ങൾ സമരം ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് ഈ സമരത്തിന് പിന്തുണയുമായിട്ട് തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷൻ സുധീറും രംഗത്ത് വന്നിരുന്നു. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് സുധീറിനെതിരെ ഇപ്പോൾ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സുധീറിനെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് കായിക മന്ത്രിയുടെ ഓഫീസ് എടുത്തിരിക്കുന്നത്. അന്വേഷണ വിധേയമായി സുധീറിനെ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. 2 മാസം കൊണ്ട് സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലിയും വൈസ് പ്രസിഡന്റും അന്വേഷണം നടത്തി സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും കായിക മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുധീറിനെതിരെ നിരവധി ആരോപണങ്ങൾ കായിക മന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കായിക മന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കുന്നത്. സുധീറിന്റെ മകനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുണ്ട്. സുധീറിന്റെ മകൻ ഈ പറയുന്ന ബിരുദം പാസ്സാവാതെ മറ്റൊരു സർവകലാശാലയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി അഡ്മിഷൻ എടുത്തു എന്നുള്ള ആരോപണമുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ സ്പോർട്സ് കൌൺസിലിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സുധീർ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണങ്ങളുണ്ട്. ഹാൻഡ്ബോൾ അസോസിയേഷനിലെ ഒരു വിഭാഗം സുധീറിനെതിരെ പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതടക്കമുള്ള നിരവധി കാരണങ്ങൾ സുധീറിനെതിരെ ആരോപണമായിട്ട് രംഗത്തുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും ദേശീയ ഗെയിംസ് സമാപിച്ചതിന് പിന്നാലെ സർക്കാരിനെതിരെ സമരം ചെയ്തു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധീറിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കായിക വകുപ്പ് പോയിരിക്കുന്നത്. 2 മാസത്തിനകം അന്വേഷണം നടത്തി സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കായിക മന്ത്രിക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. സംസ്ഥാന കായിക സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരു കമ്മിറ്റി അംഗവും ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തണം. അതിനുശേഷമുള്ള റിപ്പോർട്ട് കായിക മന്ത്രിക്ക് സമർപ്പിക്കണം. അതിനുശേഷമായിരിക്കും എസ് സുധീറിനെതിരെയുള്ള മറ്റ് നടപടികൾ കായിക വകുപ്പ് തീരുമാനിക്കുക. അമൃത. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.